ഹലോ ഫ്രണ്ട്സ്, അവർ ധന്യാസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വൺ ഡേ ട്രിപ്പാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള അതിരപ്പള്ളി റൂട്ടിൽ ഡ്രീം വേൾഡിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പം നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിവിടെ തലേ ദിവസം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ തലേ ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് എല്ലാ ടിക്കറ്റിൽ നിന്നും 100 രൂപ വെച്ച് കുറവുണ്ട്. 900 രൂപയ്ക്ക് 800 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരിക. അതുപോലെ തന്നെ ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും 100 രൂപയുടെ ഡിസ്കൗണ്ട് വരുന്നതായിരിക്കും ടിക്കറ്റിന്. അപ്പോൾ തലേ ദിവസം ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റിലെ ഡിസ്കൗണ്ട് നേടാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ ഡ്രീം വേൾഡ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിനിലോട്ടാണ് നമ്മൾ ആദ്യം കയറുന്നത്. ഡ്രീം വേൾഡിൻ്റെ എല്ലാ ഭാഗങ്ങളും ചുറ്റിക്കറങ്ങിയാണ് ഈ ഒരു ട്രെയിൻ നമ്മളെ കാണിച്ചു തരുന്നത്. വളരെ സ്ലോ ആയിട്ടാണ് പോവുക. ഒരു 5 മിനിറ്റ് യാത്രയേ ഉള്ളൂ. അപ്പോൾ ഡ്രീം വേൾഡിൻ്റെ ഉള്ളിലത്തെ എല്ലാ കാഴ്ചകളും നമുക്ക് ഈ ഒരു ട്രെയിനിലൂടെ ഇരുന്ന് വളരെയധികം ഹൈറ്റിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അത് കണ്ട് ആസ്വദിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് പോകുന്നത് ഒരു 3D ആനിമേഷൻ സിനിമ കാണാൻ ഒരു വെരി ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വേറൊരു മായ ലോകത്തിലോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഒരു 3D കണ്ണാട വെച്ചിട്ടായിരുന്നു ഈ ഒരു മൂവി കണ്ടത് കേട്ടോ. കുട്ടികളൊക്കെ കുറച്ച് പേടിക്കും. അപ്പോൾ ഞാൻ യുവാനോട് കുറച്ച് ഭാഗത്ത് മോൾ കണ്ണടച്ചു, അമ്മ പറയുമ്പോൾ ഓപ്പൺ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഫുൾ മൂവി കണ്ടത്. കുറച്ച് ഡേഞ്ചറസ് സിറ്റുവേഷൻ കൂടെ കടന്നു പോകുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വെരി ഗുഡ് എക്സ്പീരിയൻസ് ആണ്. ഒരു വട്ടെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മേഖല തന്നെയായിരുന്നു ആ ഒരു 3D സിനിമ. എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ഒരു മായ ലോകത്തേക്ക് തന്നെ നമ്മൾ കൊണ്ടുപോകുന്നതായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത ഒരു മേഖലയായിരുന്നു ആ കാർ ഓടിക്കുന്ന റൈഡ്. ഇപ്പോൾ കഴിഞ്ഞു പോയ ആ ഒരു റൈഡിൻ്റെ വീഡിയോ അതും എടുത്തു പറയേണ്ടതായിരുന്നു. കാര്യം പുറത്തുനിന്നുള്ള ആൾക്കാർ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റത്തെ സെക്ഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷൻ കയറിയപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ നന്നായിട്ട് 3 പേരും 3 കാർ ഓടിച്ച് എൻജോയ് ചെയ്ത ഒരു സെക്ഷനായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലുള്ള ഓരോരോ കുഞ്ഞു കുഞ്ഞു റൈഡുകൾ നമ്മൾ ആദ്യം കയറി. ഈ റൈഡുകളൊക്കെ കയറിയതിന് ശേഷം വേണം നമ്മൾ വാട്ടർ പാർക്കിലോട്ട് ഇറക്കത്തുള്ളൂ. അപ്പോൾ വാട്ടറിൽ നമ്മൾ വെള്ളത്തിൽ കളിച്ച് ആകെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ റൈഡുകൾ നമ്മൾ കയറ്റില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ വക എല്ലാ റൈഡുകളും കയറിയതിന് ശേഷമാണ് ആ ഒരു സെക്ഷനോട്ട് പോകുന്നത്. അപ്പോൾ ഇവാനിക്ക് കയറാൻ പറ്റിയതിൽ അവളും നമുക്ക് മുതിർന്നവർക്ക് കയറാൻ പറ്റിയതിൽ നമ്മളും അങ്ങനെ മാറി മാറി എല്ലാത്തിലും കയറിയിരുന്നു കേട്ടോ. അപ്പോൾ ഈ റൈഡുകളൊക്കെ തന്നെ നമ്മൾ കാലത്ത് നേരത്തെ എത്തിയ കാരണം കൊണ്ട് ആദ്യത്തെ സെക്ഷനിലുള്ള ആൾക്കാർ കയറി ഇറങ്ങിപ്പോയി. പിന്നെ വാനിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് എല്ലാത്തിലും മാക്സിമം ഒറ്റയ്ക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചുള്ള റൈഡുകളൊക്കെ വന്നു. അപ്പോൾ ഇവാനി ഇതിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കയറി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു വെക്കേഷൻ ട്രിപ്പിൽ ഏറ്റവും അടിപൊളി ഒരു ട്രിപ്പായിരുന്നു ഈ ഒരു ഡ്രീം വേൾഡിലെ ട്രിപ്പ് എന്ന് എടുത്ത് പറയണം. അടുത്തൊരു സെക്ഷൻ ഇതായിരുന്നു. ഇത് ഭയങ്കര സ്പീഡിലാണ് ഇത് കറങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ. എനിക്കും അപ്പച്ചനൊക്കെ ചെറുതായിട്ടൊരു വോമിറ്റിംഗ് ടെൻഡൻസി വന്നു. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല. കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് നമുക്കൊരു വോമിറ്റിംഗ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഈ ഒരു റൈഡിൽ കയറിപ്പ് വന്നത്. അതെന്താണെന്നറിയില്ല. നല്ല സ്പീഡിലൊക്കെ കറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തോ സംഭവിച്ചാന്ന് തോന്നുന്നത്. എന്തായാലും ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഞാൻ അടുത്ത റൈഡുകളിലൊക്കെ നമ്മൾ കയറാൻ പോയത് കേട്ടോ. എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്തു. ഇതൊരു പ്രേതത്തിൻ്റെ ഒക്കെ ഒരു ആലയോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഇവാനിയെ പേടിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ കയറിയില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പച്ചനും ബ്രദറൊക്കെ കയറി. പിന്നെ ഇതൊരു കാട് പോലത്തെ ഒരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്ന കുറേ സ്റ്റാച്ചുകളുണ്ട്. മൃഗങ്ങളുടെ സ്റ്റാച്ചു, ഏറുമാടം, അതുപോലെ ഒരു വെള്ളച്ചാട്ടം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ കിടക്കുന്നത് സ്നോ പാർക്കിലോട്ടാണ്. സ്നോ പാർക്കിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്രയും സമയം അവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ള ഷൂവും കാര്യങ്ങളൊക്കെ അവർ തരും. പിന്നെ അതിൻ്റെ ഉള്ളിൽ DJ ഡാൻസ്, ഒരു റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും നമുക്ക് എത്ര നേരം വേണമെന്ന് എൻജോയ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് പുറത്ത് കിടന്നാൽ മതി കേട്ടോ. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വളരെ ഒരു ചെറിയൊരു റേറ്റ് കൊടുത്ത് ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് മേഖലകൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഡ്രീം വേൾഡ് വാട്ടർ തീം പാർക്ക് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഒരു റേറ്റ് മാക്സിമം നമുക്ക് മുതലാക്കാനായിട്ട് ഈ ഒരു വാട്ടർ തീം പാർക്കിന് നമുക്ക് പറ്റുന്നതായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എടുത്ത് പറയേണ്ടത്. അങ്ങനെ നമ്മളിപ്പോൾ സ്നോ പാർക്കിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്നു. ഇനി നമ്മൾ അടുത്ത റൈഡുകൾ കുറച്ച് റൈഡും കൂടി ഉണ്ട്. വാട്ടർ റൈഡ് കൂടാണ്ട് ഇനി 2-3 റൈഡും കൂടി ഉണ്ട്. പിന്നെ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഫുഡോ കാര്യങ്ങളോ കഴിക്കാനുള്ള ക്യാൻറ്റീനും ഒക്കെ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ചെറിയൊരു ടീ ഷോപ്പും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3-4 റൈഡും കൂടി ഈ ഒരു സൈഡിലുണ്ട്. ഈ ഒരു ഊഞ്ഞാൽ, ആ ഒരു പാരിച്ചോട്ടിൽ കറങ്ങുന്ന സംഭവം. പിന്നെ നമ്മൾ കയറാണ്ടിരുന്ന 2-3 റൈഡും കൂടി ഉണ്ടായിരുന്നു.
അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അതും ഈ ഒരു സെക്ഷനിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഊഞ്ഞാലും എല്ലാത്തിലും നമ്മൾ മാക്സിമം കയറി എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത വാട്ടർ സെക്ഷനിലോട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. അതാണ് ഏറ്റവും എൻജോയ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്ഷൻ. നമ്മൾ വെള്ളോട്ട് വരുന്നത് തന്നെ ഈ വാട്ടർ സെക്ഷനിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ട്യൂബ് എടുത്തിട്ട് ഒരു കനാൽ പോലെയുണ്ട്, ആ കനാലിൽ കൂടെ ആണെങ്കിൽ പോയി വരും നമ്മൾ. അപ്പോൾ ഇവാനിയും പോയി, അതിനുശേഷം ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം ഞാനും ഒരു ട്യൂബിൽ പോയി. നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ തുഴഞ്ഞ് വഞ്ചി തുഴഞ്ഞ പോലെ തുഴഞ്ഞ് പോവുക. കുറച്ചെത്തുമ്പോൾ ഞാനൊക്കെ വെള്ളത്തിൽ വീണു. ആദ്യം ഇവാനിയെ വീണു, പിന്നെ ഇവാനിയെ തന്നെത്താൻ പൊന്തി വന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തോടെ നമ്മൾ വരും. അത് കഴിഞ്ഞപ്പോൾ ഞാനും വീണു. പിന്നെ ഞങ്ങൾ ഒരു വിധത്തിൽ തുഴഞ്ഞൊക്കെ ആ കനാലിൽ കൂടെ പോകുന്നു. പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് റൈഡുകളുണ്ട്. എല്ലാ റൈഡിലും കയറുന്നതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. കാര്യം നമ്മൾ ഫോൺ ഓഫാക്കി വെച്ച് മാക്സിമം എൻജോയ് ചെയ്യാണ് ചെയ്തത്. അതിന് ശേഷം ഒരു 4 മണിയായപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസുകൾ മാത്രമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഡ്രീം വേൾഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഞാൻ നമ്മുടെ സ്കൂളിൽ നിന്ന് കുട്ടിക്കാലത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഇത്രയും വർഷത്തിന് ശേഷമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ റൈഡിലൊക്കെ ഞാൻ കയറി ഒരു വഞ്ചി പോലത്തേലാണ് നമുക്ക് 2 പേർക്ക് വരാം. അപ്പോൾ ഞാൻ ഇവാനിയും കൂടി ആ റൈഡിൽ കൂടെ വന്നു. കുറച്ച് പേടിക്കാനുണ്ട്, കാര്യം ആ റൈഡ് എൻ്റെ എന്ത് വെള്ളത്തിലല്ല കരയിലാണ്. അത് കാരണം കൊണ്ട് നമ്മുടെ ഉള്ളൊക്കെ ചെറുതായിട്ടൊന്ന് ആന്തി. തൊട്ടപ്പുറത്ത് വേറൊരു റൈഡുണ്ടായിരുന്നു, അത് വെള്ളത്തിലോട്ടാണ് വരുന്നത്. അതിൽ ഞാൻ ഇവാനിയും കൂടി ഒരുപാട് തവണ മുകളിൽ നിന്ന് ഒഴുകി വന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്, നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ മുകളിൽ നിന്ന് ഒഴുകി വരുന്നത് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ ഈ ഒരു പ്രായത്തിൽ നമുക്കൊന്നും ഇനി ആ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ട്യൂബിലൊന്നും കയറി ഒഴുകി വരാൻ പറ്റില്ല എന്നാണ് കരുതിയത്. പക്ഷേ ഇവാനിയയ്ക്ക് വേണ്ടിയിട്ടാണ് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞാൻ കയറിയത്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു റൈഡായിരുന്നു. അതൊട്ടും പ്രതീക്ഷിക്കാതെ ഇവാനിയയ്ക്ക് വേണ്ടി ഒന്ന് റിസ്ക് എടുക്കാമെന്ന് കരുതി കയറിയ ഒരു സെക്ഷനായിരുന്നു. പക്ഷേ ഏറ്റവും എൻജോയ് ചെയ്തത് അത് തന്നെയായിരുന്നു. പിന്നെ ഇതൊക്കെ കിഡ്സിൻ്റെ ഏരിയയാണ്. അതുപോലെ ലേഡീസിനും കിഡ്സിനും വേണ്ടിയിട്ട് സെപ്പറേറ്റുള്ള പൂളുകളാണ്. ഇത് മിക്സഡ് ആയിട്ടുള്ള 2 കൂട്ടർക്കും, ബോയ്സിനും ഗേൾസിനൊക്കെ ഒരുമിച്ച്, കിഡ്സിനൊക്കെ ഒരുമിച്ചുള്ള പൂളാണ് ഇത്. പിന്നെ നമുക്ക് അറിയാമല്ലോ കടലാണ്, ഇതിൽ തിര വരും. ഈ തിര വരുന്ന സമയത്ത് അവർ നമ്മൾ അറിയിക്കും. അപ്പോൾ എല്ലാവരും ആ കടലിലോട്ട് വരണം. എല്ലാ സമയത്തും ഓണാക്കിയിട്ടുണ്ടാവില്ല, അവർ ഇൻഫോം ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇവിടെ ഓണാക്കിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ കുറേ ഉള്ളിലോട്ട് ഇറങ്ങി. അതിന് ശേഷം 2ാം വട്ടമായപ്പോൾ ഞാൻ ഇരുന്നതിന് ശേഷം ഞാൻ കുറച്ച് വീഡിയോസുകൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ 2-3 വട്ടം ഇത് ഓണാക്കും. ഓൺ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ കടലിലെ ആ ഒരു തിരമാല അവിടെ നിന്ന് വരുന്നതിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നതായിരിക്കും. ഇത് കഴിയുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് റെയിൻ ഡാൻസിൻ്റെ സെക്ഷനിലോട്ടാണ്. അപ്പോൾ അവരത് ഇൻഫോം ചെയ്യും. അപ്പോൾ ഇവിടെ അവർ ക്ലോസ് ആക്കിയപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് റെയിൻ ഡാൻസിൻ്റെ സെക്ഷനിലോട്ടാണ്. അപ്പോൾ എല്ലാവരും റെയിൻ ഡാൻസിൻ്റെ അവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതുപോലെ ഇതുപോലെ നന്നായിട്ട് മഴ പെയ്യുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു ഡാൻസൊക്കെ കളിക്കാനായിട്ട്. ഇത് അവർ ഒരു 3ാം വട്ടം ഓൺ ചെയ്ത സമയത്ത് ഞാൻ 4 മണി നേരത്ത് പോയി എടുത്തതാണ്. അപ്പോൾ എല്ലാവരും പല റൈഡുകൾക്ക് പോയി. അപ്പോൾ ഞാൻ ഇവാനിയെ കൊണ്ട് നിർത്തിയിട്ട് അവിടെ വീഡിയോസിന് വേണ്ടിയിട്ട് അവളെ നിർത്തിയതാണ്. അവിടെ നല്ല രസമായിട്ട് നല്ല അടിപൊളി പാട്ടുകളാണ് ഇടുന്നത്. നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം കൊണ്ട് ഞാൻ ആ പാട്ടുകൾ മാറ്റിയതാണ്. എന്നിട്ട് ഇവാനിയൊക്കെ മാക്സിമം എൻജോയ് ചെയ്ത് ഡാൻസ് കളിച്ച റൈഡായിരുന്നുണ്ടോ. അപ്പോൾ ഇവാനിയുടെ തലയിൽ ഞാനൊരു ക്യാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ പനിയോ മറ്റു കാര്യങ്ങളോ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ക്യാപ്പ് നല്ലതാണ്, മാക്സിമം ആൾക്ക് എൻജോയ് ചെയ്യാനും പറ്റി. പനിയോ ചുമയോ അങ്ങനെ ഒരു ഇത് വരുന്നുമില്ല. അപ്പോൾ നിങ്ങൾ പോകുന്നവരുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു ക്യാപ്പ് വാങ്ങിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കല്യാണം കഴിഞ്ഞ നാൾ തൊട്ട് സോനേട്ടൻ പറയുന്നതാണ് ഡ്രീം വേൾഡിലേക്ക് ഒരു ട്രിപ്പ് പോകണം എന്നുള്ളത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നമ്മളത് മാറ്റി വെച്ച് ഇപ്പോൾ നമ്മളത് പോയ സമയത്ത് സോനേട്ടൻ ഉണ്ടായതുമില്ല. സോനേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്കത് ഒന്നും കൂടി എൻജോയ് ചെയ്യാമായിരുന്നു. നെക്സ്റ്റ് ഒരു റൈഡായിരുന്നു ഈ ഒരു റൈഡ്. ഇവിടെ നമുക്ക് കുട്ടികൾക്ക് ഹൈറ്റ് നോക്കും, ആ ഒരു ലെവൽ അവർ കാണിച്ചു തരാം. ആ ഹൈറ്റിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ ഒരു റൈഡിൽ കയറ്റില്ല കേട്ടോ. ഇത് ഞാൻ യാദൃശ്ചികമായിട്ട് എടുത്ത ഒരു വീഡിയോസായിരുന്നു. പക്ഷേ അവർക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ ഇവാനിയുടെ റെയിൻ ഡാൻസിൻ്റെ വീഡിയോ എടുക്കാൻ നിന്നിട്ട് ഇവർ വരുന്ന കണ്ടപ്പോൾ അവരുടെ വീഡിയോസ് എടുത്തതാണ്. അവർ മലപ്പുറത്തു നിന്നുള്ള ടീമായിരുന്നു. ഈ ഒരു ട്രിപ്പിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത്, നമ്മൾ പോകുന്നത് നമ്മുടെ ഫാമിലി ആയിട്ട് ആയിരുന്നു. പക്ഷേ ആ ഡ്രീം വേൾഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരുപാട് ടീമുണ്ടായിരുന്നു. മലപ്പുറത്തു നിന്നും അതുപോലെ തൃശ്ശൂരിൽ നിന്നും പല ഏരിയയിൽ നിന്ന് വന്ന കുറച്ച് ടീമുകളുണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് നമ്മൾ കമ്പനിയായി. അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഒരു ടീമായിട്ട് വന്നതുപോലെയായി. എല്ലാവരും വന്നതിന് ശേഷം പരിചയപ്പെടലും അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോഴും ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ കൊടുക്കുന്ന കാശിൻ്റെ ഇരട്ടി നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ് ഇതുപോലത്തെ വാട്ടർ തീം പാർക്കുകൾ. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏരിയയിലുള്ള ഏതെങ്കിലും വാട്ടർ തീം പാർക്കിൽ എപ്പോഴെങ്കിലും ഒരു വെക്കേഷനൊക്കെ കിട്ടുമ്പോൾ കുട്ടികളും മുതിർന്നവരും എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോവുക. എന്നിട്ട് ഒരുമിച്ച് തന്നെ എൻജോയ് ചെയ്യാം. നമ്മുടെ മനസ്സൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നിറയാനായിരിക്കും ഈ ഓരോ യാത്രകളും നമ്മളെ സഹായിക്കുന്നതായിരിക്കും കേട്ടോ. 6:30 വരെ നമുക്ക് ടൈം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊരു 5-5:30 ആയപ്പോൾ അവിടെ നിന്ന് പോന്നു. കളിച്ച് തിമിർത്ത് മടുത്തു, ഇനി വയ്യ എന്നായപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇനി നിങ്ങളും ഇതുപോലെ യാത്രകൾ പോകുക, സന്തോഷിക്കുക. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഏരിയയും കാര്യങ്ങളും അവിടെയുണ്ട്. പിന്നെ നമ്മുടെ കൊണ്ടുപോകുന്ന ബാഗ്
അവിടെ സൂക്ഷിക്കും. ഒരു ലോക്കർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിൽ ഒരു 120 രൂപയാണ് കൊടുക്കേണ്ടത്. നമ്മൾ താക്കോൽ റിട്ടേൺ കൊടുത്തു കഴിയുമ്പോൾ അതിൽ 100 രൂപ നമുക്ക് റിട്ടേൺ തരും. കുട്ടികളെ മാത്രമായിട്ട് ഒരു പൂളിലും അവർ ഒറ്റയ്ക്ക് ഇറക്കില്ല. നമ്മൾ ഏതെങ്കിലും മുതിർന്ന ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ കുട്ടികളെ ഇറക്കുള്ളൂ. കുട്ടികളൊക്കെ ആ മുകളിലത്തെ നിന്നൊക്കെ ഒഴുകി വരുന്ന സമയത്ത് താഴത്തെ ഒരാൾ നിൽക്കാനായിട്ട് പിടിക്കാനായിട്ട് വേണം. അപ്പോൾ ഞാൻ ചെന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു 4 മണിയായപ്പോൾ ഞാൻ കയറി പോകുന്നതാണ്. പിന്നെ ഇവാനിയ കുഴപ്പമില്ലാണ്ട് അവൾ അതിൽ നിന്ന് വരുന്നത് കണ്ടപ്പോൾ പിന്നെ ഞാൻ കയറി പോകുന്നതാണ് 4 മണിയായപ്പോൾ. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ഉണങ്ങും വേണമല്ലോ. ഇവാനി ഇപ്പോൾ ഈ വരുന്ന സെക്ഷനിൽ തന്നെ 2ആയിട്ട് സെക്ഷൻ തിരിച്ചിട്ടുണ്ട്. ഇവാനിയ നിൽക്കുന്നത് ഹൈറ്റ് കുറഞ്ഞ ആ പൂളിലും അവിടെ ഒരു കമ്പി കെട്ടി അവർ അപ്പുറത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ ഹൈറ്റ് കൂടിയ സെക്ഷനുമാണ് ഉള്ളത്. അപ്പോൾ അവിടെ പോകുമ്പോൾ ആഴം കൂടുതലായിരിക്കും. നമ്മൾ കുട്ടികളാണെങ്കിൽ മുങ്ങിപ്പോവും. ഇവാനി ഇപ്പോൾ ഇറങ്ങുന്നിടത്ത് അത്ര ആഴമില്ല. അവളെ കാല് താഴത്ത് കുത്തി നടക്കാവുന്ന അത്രയും ഹൈറ്റേ ഉള്ളൂ. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഈ വെക്കേഷനിൽ ഒരു ട്രിപ്പായിരുന്നു ഈ ഒരു ഡ്രീം വേൾഡ് ട്രിപ്പ്. 2-3 ബസ്സും ഒരു 5-10 കാറും അത്രയുള്ള ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം കൊണ്ട് നമുക്ക് ഓരോ റൈഡിൽ കയറുമ്പോഴും അധികം ക്യൂ നിന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് പോയി എല്ലാ റൈഡും എൻജോയ് ചെയ്യാൻ തന്നെ പറ്റും. ഒരുപാട് ക്യൂ നിന്നിട്ടൊക്കെ കയറി വരുമ്പോൾ നമ്മളാകെ ടയേർഡാവും. ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ബോറടിയൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് എൻ്റെ അടുത്തുള്ളൊരു ടീ ഷോപ്പിൽ നിന്ന് ഐസ്ക്രീമും ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഡ്രസ്സ് ഏരിയയിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മുടെ ആ ഒരു ട്രിപ്പ് ഫുള്ളായി നമ്മൾ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുള്ളൂ. അടുത്തൊരു വീഡിയോ മറ്റ് വീണ്ടും വരാം. ഓക്കെ, ബൈ, താങ്ക് യു.